കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കേരള KTU എന്ന് പറയുന്ന കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയും വൈകുന്നേരം 4 മണിക്ക് അതിന് റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചതായി. ഇന്നലെ മുതൽ MSFൻ്റെയും KSUവിൻ്റെയും UUCമാരുടെ ഫോണുകളിലേക്ക് ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വീടുകളിൽ കയറി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മലപ്പുറം ജില്ലയിൽ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ വീട് പത്തനംതിട്ടയിലാണ്. അവിടുത്തെ CPMൻ്റെ പാർട്ടി നേതാക്കന്മാർ പത്തനംതിട്ടയിൽ അവരുടെ വീട്ടിൽ കയറിക്കൊണ്ട് മകൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ പിന്നീട് വീട്ടിൽ കിടത്തിയുറപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി SFI ഇന്നലെയും മിനിയാന്നുമായി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. MSFൻ്റെയും KSUവിൻ്റെയും ഭാരവാഹികൾ അതിനെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അതിനെ മറികടന്ന് ഇന്ന് തിരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്തേക്ക് UUCമാർ എത്തിയതിന് ശേഷം നാളെ രാവിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടേക്കുള്ള യാത്രകൾ ആരംഭിച്ച ശേഷം പൊടുന്നനെ ഇന്ന് ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നു, തിരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ്. ഒരു കാരണവുമില്ലാതെ SFI പരാജയപ്പെടും എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം SFIക്ക് വേണ്ടി ഇത്രയേറെ അടിമപ്പണിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് KTUയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത പ്രശ്നമല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് MLAമാർ കണ്ടതാണ്. ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് കുഞ്ഞാലി സാഹിബ് നേരത്തെ 2 തവണ ഞങ്ങൾ കണ്ടതാണ്. MSF നേരിട്ട് അദ്ദേഹത്തിന് നിവേദനം നൽകിയതാണ്. ഇനി അവർക്കൊന്നും അറിയാത്ത പ്രശ്നമില്ല. അവർ കണ്ണടച്ച് പിടിക്കണം. ഉറക്കം നടിക്കുന്നവർക്ക് മുമ്പിൽ ഇനിയും അപേക്ഷകളുമായി പോകണം, നിവേദനങ്ങളുമായി പോകണം എന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ തുടങ്ങിവെച്ച സമരത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും മന്ത്രിയുടെ കണ്ണിന് ചുവട്ടിലേക്ക് കാതിന് ചുവട്ടിലേക്ക് ഈ സമരത്തെ വ്യാപിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുത്തെ സമരം തുടരുകയാണ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ട്. അവർ പ്രഖ്യാപിച്ചതാണ് RDD ഓഫീസിൻ്റെ സമരം. അത് തുടർന്ന് പോവുകയാണ്. ഈ ജില്ലയ്ക്ക് പുറത്തേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ബോധ്യമാണ്. ജില്ലയ്ക്ക് പുറത്തും ഞങ്ങൾ സമരം വ്യാപിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയുള്ള പിന്നെ നമ്മുടെ നെറ്റ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ നീറ്റിൻ്റെയും നമുക്കറിയാം NDAയുടെ സുതാര്യത പോലും തകർക്കുന്ന രൂപത്തിലേക്ക് അതിന് വലിയ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്നൊരു കാര്യമുണ്ടായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഈ ഭരണകൂടം അവരെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തുന്നത്. അതിനെതിരെയുള്ള സമരവും സമാനമായി ഞങ്ങൾ ആരംഭിക്കുന്നു. തിങ്കളാഴ്ച സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് MSF മാർച്ച് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തും മലബാർ ജില്ലകളിലും മലബാറിന് പുറത്തുമായി പ്രശ്ന സമരത്തെ വ്യാപിപ്പിക്കാൻ കൂടി ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ജയിക്കാൻ സാധ്യമല്ലെന്ന് കാണുമ്പോൾ തിരഞ്ഞെടുപ്പേ വേണ്ടെന്ന് വെക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിൽ നിന്ന് SFI പിന്മാറണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. ഇന്ന് SFIയുടെ ദേശീയ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്, മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിനിറങ്ങുമെന്നാണ്. ഞങ്ങൾ SFIയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് ആമസോൺ കാർഡുകൾ കത്തിയാൽ മലപ്പുറത്ത് സമരം നടത്തിയവരാണ് SFI. ഇപ്പോഴും 3ാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ 10-35,000 കുട്ടികൾ പുറത്താണ് എന്ന് പറയുമ്പോൾ ഇനിയും കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന SFIയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളുടെ കത്തോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളോ അല്ല വേണ്ടത്, നിങ്ങൾ ആത്മാർത്ഥമായാണ് സമരം ചെയ്യുന്നതെങ്കിൽ MSFൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങൾ RDD ഓഫീസിലേക്ക് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതാണ്, നാളെയും ഞങ്ങൾ RDD ഓഫീസ് മുമ്പിൽ സമരമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് SFIയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ മന്ത്രി പറയുന്നു സീറ്റില്ലായിരുന്നു. SFIയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഇവിടെ സീറ്റിന് പ്രശ്നമുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം SFIയുടെ ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് കണക്കുകൾ വെച്ച് പോസ്റ്റ് ഇറക്കുന്നു മലപ്പുറത്ത് പ്രശ്നമില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തന്നെ സ്ഥായിയായ ഒരു തീരുമാനം മലപ്പുറത്തെയും മലബാറിലെയും +1 വിഷയത്തിൽ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞങ്ങൾ പറയുന്നത് അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 3ാം അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ 1,00,000 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പുറത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ 8 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ നിസ്സംഗതയാണ്. അതിനെതിരെയുള്ള സമരം മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, അത് കോഴിക്കോട്ടേക്കും മലബാറിലേക്കും തിരുവനന്തപുരത്തേക്കും സംസ്ഥാന വ്യാപകമായും മന്ത്രി വഴിതടയുന്ന ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.